സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വല്ലാത്ത വാർത്ത. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. രാവിലെ 10:50 കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപ പ്രോട്ടോകോൾ പ്രകാരമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാവിലെ 10:50 ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും സങ്കടം ഉള്ള, വിഷമമുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 11:20-11:30 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. MG പ്രതീഷും ഷഹദ് റഹ്മാൻ ചേരുന്നു. ആദ്യം പ്രതീഷിലേക്ക് പോകുന്നു. പ്രതീഷ്, മരണനിരക്ക് വളരെ കൂടുതലുള്ള നിപ ബാധിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ പലരും ആശങ്കപ്പെട്ടതാണ് അത് സംഭവിക്കുമെന്ന്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ല, അത് സംഭവിച്ചു. പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും. കാരണം 14-കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ വിദഗ്ധരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശ്രമങ്ങൾക്കൊന്നും തന്നെ കാത്തു നിൽക്കാതെ 14-കാരൻ മടങ്ങി എന്നതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. ഇന്ന് രാവിലെ 10:50 ഈ കുട്ടിക്ക് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന 14 വയസ്സുകാരന് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് 11:20 ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിക്ക് ഇന്നലെ മുതൽ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. മരുന്നുകളോട് ഉൾപ്പെടെ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത്. പക്ഷേ ആന്റിബോഡി അടക്കം എത്തിച്ചുകൊണ്ട് ഈ തുടർ ചികിത്സ നൽകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ കുട്ടിക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി മരണത്തിന് കീഴടങ്ങി എന്നതാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം. ഇനി ഈ സംസ്കാര നടപടികളാണ് നടക്കുന്നത്. ഈ മലപ്പുറത്തേക്ക് കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. നിപ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ, കൂടിയാലോചനകൾ ഉൾപ്പെടെ ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മരണനിരക്കുള്ള ഒരു രോഗബാധ കൂടിയാണ് നിപ വൈറസ്. ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ രക്ഷിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ആരോഗ്യ വകുപ്പിന് ഉണ്ടായിട്ടുള്ളത്. എവിടെ നിന്ന് ഈ രോഗം സ്ഥിരീകരിച്ചു അല്ലെങ്കിൽ രോഗം കിട്ടി എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ആരോഗ്യ വകുപ്പിനും ഉണ്ടായിട്ടില്ല. നിലവിൽ 214 പേരാണ് ഈ കുട്ടിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 60 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുണ്ട്. ഒപ്പം 3 പേരാണ് ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ പരിശോധനാ സാമ്പിളുകൾ ഇതിനോടകം തന്നെ അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പരിശോധനാ ഫലവും പുറത്തു വരുമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മറ്റൊരു ആശ്വാസകരമായ ഒരു കാര്യം, നിലവിൽ അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആർക്കും തന്നെ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. പക്ഷേ അതീവ ജാഗ്രത ഈ മേഖലയിൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നു. പ്രത്യേക ശ്രദ്ധ, പരിശോധനകൾ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗം അല്ലെങ്കിൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 15 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. അതുകൊണ്ട് തന്നെ കുറച്ചധികം അല്ലെങ്കിൽ നീണ്ട ദിവസങ്ങൾ ഐസൊലേഷൻ അല്ലെങ്കിൽ ഈ ക്വാറന്റീനിൽ ഇവർ കഴിയേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഒരു പരിശോധനകളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ സ്ഥിരീകരിക്കുന്നത്. അന്ന് ഈ നിപ ബാധ സംസ്ഥാനത്ത് ആദ്യ അനുഭവമായിരുന്നു. ആരോഗ്യ പ്രവർത്തകരടക്കം നിരവധി പേരുടെ ജീവൻ അന്ന് നഷ്ടമായി. അതിനുശേഷം 2019-ലും 2023-ലും സംസ്ഥാനത്ത് നിപ ബാധ സ്ഥിരീകരിച്ചു. ഇപ്പോൾ 2024 ആദ്യമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്ത 14-കാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വേദനകരമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഇതിനുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് എന്തായാലും കടന്നിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി ആലോചിച്ച സംസ്കാര നടപടികളിലേക്ക് കടക്കും. ഈ നിപ പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് മറ്റാർക്കും തന്നെ പ്രവേശനമുണ്ടാകില്ല.
ഉണ്ടാകില്ല. ഏറ്റവും അടുത്ത 1-2 ബന്ധുക്കൾക്ക് മാത്രമായിരിക്കും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകുക. അത് കൃത്യമായി നിപ്പ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഹാഷ്മി, എന്തായാലും അവിടെ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നൊക്കെ പറയുമ്പോഴും നിപ്പയെ തുടർന്ന് മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിയന്ത്രണം കർശനമാക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടച്ചിടും. വിവാഹമടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി 50 പേരെ മാത്രമേ അനുവദിക്കൂ എന്നുള്ള നിയന്ത്രണമുണ്ട്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ഷഹദ്, ഇവനൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്, ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന, എല്ലാവരുമായി നിരന്തരം ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സജീവമായി മിടുക്കനായ കുട്ടിയാണ്. അപ്പോൾ കൂടുതൽ സമ്പർക്ക പട്ടിക ഉണ്ടാവാൻ ഇടയുണ്ടോ? ഏറ്റവും ഹൈ റിസ്കിലുള്ളവരുടെ ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷഹദ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വലിയ രീതിയിലുള്ള ഒരു പ്രയത്നമാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റിബോഡി ജില്ലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്, അതായത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ആൻറ്റിബോഡി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച് 5 ദിവസത്തിനുള്ളിലാണ് ഈ ആൻറ്റിബോഡി ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഈ ആൻറ്റിബോഡി കുട്ടിക്ക് നൽകാനായി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആൻറ്റിബോഡി ഇന്ന് രാവിലെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ നിർഭാഗ്യം എന്ന് പറയട്ടെ, കുട്ടിക്ക് ആൻറ്റിബോഡി നൽകാൻ സാധിച്ചിട്ടില്ല. കുട്ടി മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഒരു പശ്ചാത്തലം വളരെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. പ്രത്യേകിച്ച് ഫുട്ബോളെല്ലാം കളിച്ച് ആ നാട്ടിൽ എല്ലാവരോടും ഭയങ്കര സജീവമായി ആക്റ്റീവായി നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു ദാരുണ അന്ത്യം അത് നാടിനെ സംബന്ധിച്ച് തീരാ വേദന തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുട്ടിയുടെ ചിത്രവും അതുപോലെ തന്നെ വീഡിയോകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം ഈ 14കാരൻ തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ 14കാരൻ്റെ മരണ വാർത്ത വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. ഈ കുട്ടിയുടെ അതായത് റൂട്ട് മാപ്പ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ റൂട്ട് മാപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ കുട്ടി ട്യൂഷൻ സെന്ററിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തവണ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്, ആശുപത്രിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു സാധ്യതയുണ്ട്. പനിയാണെങ്കിൽ പോലും 11-ാം തീയതി കുട്ടി സ്കൂളിൽ പോയി എന്നാണ് കഴിഞ്ഞ മണിക്കൂറിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കൂളിലുള്ള കുട്ടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ ഒരു ആൾക്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് വൈറൽ ഫീവറിൻ്റെ രോഗലക്ഷണങ്ങളാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും ഇവരുടെ അടക്കമുള്ള ഈ സ്രവം അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിശോധന ഫലം വൈകിട്ടോടുകൂടി പുറത്തു വരും എന്നും പറയുന്നു. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 4 പേരാണ് ഇപ്പോൾ ഈ നിരീക്ഷണത്തിൽ, അതായത് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട്. ആൾ വെന്റിലേറ്ററിലാണ് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നിപ്പ രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ വൈറൽ ഫീവറിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതായത് ആ ചുറ്റുപാടിലുള്ള ഒരാളാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ കിടക്കുന്നത് എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 4 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അല്ലാതെ 63ഓളം പേരെ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 200-ലധികം പേരാണ് ഇപ്പോൾ ഈ സമ്പർക്കവുമായി ബന്ധപ്പെട്ട് പട്ടിക തിരിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ച അത് ആനക്കയം അതുപോലെ തന്നെ പാണ്ടിക്കാട് ഈ മേഖലകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് ഇനിയിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ വരെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവാഹം ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകളിൽ 50 പേര് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പഞ്ചായത്ത് തലത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അത് അവിടെയുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഈ മേഖലയിൽ, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ പരമാവധി ഇവിടേക്ക് വരരുത്, ഇവിടെയുള്ള കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മാസ്ക് ഉൾപ്പെടെ ധരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടകമ്പോളങ്ങൾ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ. മെഡിക്കൽ ഷോപ്പിന് ഈ നിയന്ത്രണം ബാധകമല്ല എന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മരണം കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് നിയന്ത്രണം കുറച്ചുകൂടി കർശനമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുൻപ് വരെ കളക്ടറേറ്റിലുണ്ട്.
ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവർ മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം പഞ്ചായത്ത് ഭരണാധികാരികളുമായൊക്കെ തന്നെ യോഗം ചേരേണ്ടതുണ്ട്. അതുപോലെ തന്നെ IMA ആശുപത്രി മാനേജ്മെന്റുകളുമായിട്ടും യോഗം ചേരേണ്ടതുണ്ട്. അപ്പോൾ അത്തരം യോഗങ്ങളൊക്കെയാണ് ഈ മണിക്കൂറുകളിൽ നടക്കുന്നത്. ഈ മരണം കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വൈകിട്ടോടുകൂടി പുതിയ വാർത്താക്കുറിപ്പും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പുതിയ നിയന്ത്രണങ്ങളായിരിക്കും കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ മരിച്ച കുട്ടി, അതായത് മരിച്ച 14-കാരൻ്റെ സംസ്കാര ചടങ്ങുകൾ അത് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഇത് കോഴിക്കോട് തന്നെ സംസ്കരിക്കാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കുട്ടിയുടെ ബന്ധുക്കളുമായി കൂടി ആലോചിച്ച അവരുടെയും കൂടി അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ കൂടി സൗകര്യവും നോക്കിയിട്ടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് കുട്ടിയുടെ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പ, അതുപോലെ തന്നെ അമ്മാവൻ, ഇവർ 3 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിലുള്ളത്. കാരണം കുട്ടിയുമായി ഏറ്റവും ക്ലോസ് കോൺടാക്റ്റ് ഉള്ള ഈ 3 പേരാണ്. അപ്പോൾ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 14-കാരൻ ഇക്കഴിഞ്ഞ ദിവസം അത്രയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ കുട്ടിക്ക് പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അത് ഹൃദയാഘാതത്തിന് ആക്കം കൂട്ടി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ചെള്ളുപണിക്ക് പുറമെ കുട്ടിക്ക് അമീബ മസ്തിഷ്ക ജ്വരവും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഈ ഹൃദയാഘാതത്തിന് ആക്കം കൂട്ടി. മാത്രമല്ല കുട്ടിയെ ഈ ആദ്യത്തെ 2 ആശുപത്രിയിൽ കാണിച്ച പിന്നീട് അതായത് ഈ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കുട്ടിക്ക് അബോധാവസ്ഥയിലാണോ, ആ അബോധാവസ്ഥയിൽ നിന്ന് കുട്ടി പിന്നീട് മുക്താനായിട്ടുണ്ടായിരുന്നില്ല. കാരണം മരുന്നുകളൊന്നും കാര്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആന്റിബോഡി നൽകാനായിരുന്നു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കുട്ടി നമ്മളോടെല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 14-കാരനാണ്, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. കുട്ടിക്കാണ് ഇക്കഴിഞ്ഞ 10-ാം തീയതി നിപ്പ സ്ഥിരീകരിച്ചത്. ഹാഷ്മി. ഷഹദ് റഹ്മാനാണ് ആ ദൗർഭാഗ്യകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചെള്ളുപനിയും അമീബിക് മസ്തിഷ്ക ജ്വരവും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് വല്ലാത്ത അവസ്ഥയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആരോഗ്യ പരിശോധനയ്ക്കാണ് ആവശ്യം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന 14-കാരനാണ് ഇപ്പോൾ മരിച്ചത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ സ്വദേശിയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ച് ICUയിലോട്ട് മാറ്റിയത്. നേരത്തെ മന്ത്രി പറയും പ്രകാരം രാവിലെ 10:50 ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, രക്തസമ്മർദ്ദം താന്നു, തുടർന്ന് മരണം സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വൈറോളജിയിൽ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലുമാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്നത്. കൂടെ ചെള്ളുപനി, അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ ബാധിച്ച ഒരു 14-കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. MG പ്രതീഷ് തുടരുന്ന പ്രതീഷ്, നമ്മൾ ഈ നിപ്പ എന്ന് പറഞ്ഞ ആദ്യം കേൾക്കുന്നത് 2018-ലാണ്. അന്ന് നമുക്ക് പുതിയ വാക്കാണെങ്കിൽ പിന്നീട് നമുക്കത് ദൗർഭാഗ്യവശാൽ പരിചിതമാകുന്ന വാക്കായി മാറി. അതിനുശേഷം 5 തവണ ഇതുവരെയുള്ള കാലയളവിൽ കേരളത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു. ആദ്യ തവണ 17 പേർ, 2021 ഒരു 12-കാരൻ മരിച്ചു, 2023 ഓഗസ്റ്റും സെപ്റ്റംബറിലുമായി 2 പേർ വീതം മരിച്ചു. അതാ വീണ്ടും നിപ്പ വരികയും ചെയ്യുന്നു. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ മാരക രോഗം ആവർത്തിച്ചു വരുന്നതിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ചില വിമർശനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ വിമർശനം എന്ന് ഉറപ്പായും ആരോപണം ഉയരും എങ്കിൽ കൂടിയും പറയുന്നതിൽ പോയിന്റുണ്ട്. പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും. കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഈ കൃത്യമായൊരു ഇടവേളകളിൽ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരണനിരക്ക് വളരെ കൂടുതലാണ്. 40 മുതൽ 75% വരെ മരണനിരക്ക് നിപ്പ കേസുകളിലുണ്ട്. അതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ കോവിഡ് അല്ലെങ്കിൽ പകർച്ചപ്പനി പോലെ വലിയ തരത്തിലൊരു വ്യാപനശേഷി നിപ്പ കേസുകളിൽ ഉണ്ടാകാറില്ല. ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്കായിരിക്കും കൂടുതലും രോഗം പകരുന്നത്. അത് സ്രവങ്ങളിലൂടെയാണ് രോഗം പകരാനുള്ള ഏറ്റവും വലിയ സാധ്യത. പക്ഷേ ചുരുക്കം ചിലർക്ക് പോലും രോഗം പിടിപെട്ടുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിപ്പ കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയും പ്രതിരോധവും നിപ്പ കേസുകളിൽ സംസ്ഥാനത്ത് വേണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പിന്നാലെ വലിയ തരത്തിൽ പ്രതിരോധ നടപടികളൊക്കെ തന്നെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നുണ്ട്, കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായൊരു പഠനം നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത്ര
ഇത്രത്തോളം 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ച് 2024 വീണ്ടും ഈ രോഗം ആവർത്തിക്കുമ്പോൾ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധന അല്ലെങ്കിൽ കൃത്യമായൊരു ഉത്തരം ഇതുവരെയും ആരോഗ്യവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എങ്ങനെ ഈ ഒരു വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് രോഗം എത്തിയെന്ന് കൃത്യമായ അതിൻ്റെ ഒരു ഉറവിടം എവിടെ നിന്ന് വന്നു എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. വലിയ പരിശോധനകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കേന്ദ്ര സംഘം ഉൾപ്പെടെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴൊന്നും തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഗതിയിൽ എല്ലാ വർഷവും ഈ രോഗം സ്ഥിരീകരിക്കുന്നത് കൂടുതലും ഭൂരിഭാഗവും കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷേ കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ വ്യക്തിക്ക് എങ്ങനെ ഈ രോഗം നിപ്പ വൈറസ് ആ വ്യക്തിയിലേക്ക് എത്തിയെന്ന ചോദ്യവും ഉയരുകയാണ്. ആ സമയത്തും അതിന്റെ കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പഠനം ഇക്കാര്യത്തിൽ വേണം എന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായം. കാരണം ഒരു ചെറിയ ഇടവേളകളിൽ വീണ്ടും സംസ്ഥാനത്ത് തുടർച്ചയായി രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റ് പകർച്ചപ്പനികൾക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഇതിലുമുണ്ട്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. ഈ ലക്ഷണങ്ങളിലേക്ക് വന്നാൽ പ്രധാനമായും ആദ്യം കടുത്ത പനിയായിരിക്കും നിപ്പ ലക്ഷണങ്ങളായി വരുന്നത്. കടുത്ത പനി, ഒപ്പം ശ്വാസതടസ്സം, അപസ്മാരം, ബോധക്ഷയം, ഇതൊക്കെയാണ് നിപ്പ ലക്ഷണങ്ങളുടെ ഭാഗമായി ആദ്യം ഉണ്ടാകുന്നത്. ഈ രോഗം വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ രോഗി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കുന്ന ഒരു നിലയിലേക്കുമാണ് മിക്ക നിപ്പ മരണ കേസുകളിലും ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ തക്ക മരുന്നുകളോ അല്ലെങ്കിൽ ആന്റിബോഡി ഉൾപ്പെടെ എത്തിക്കുമ്പോഴേക്കും രോഗി ഗുരുതരാവസ്ഥയിലാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ഈ മരണപ്പെട്ട എല്ലാ കേസുകളിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായൊരു ഉറവിടം കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിലവിൽ ദൗർഭാഗ്യകരമാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി കൂടുതൽ സങ്കടകരമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ കേസുകൾ പഴന്തീനി വവ്വാലുകൾ എന്നുള്ളതാണ് നമ്മുടെ അനുമാനം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന എന്താണ് ഇതിൻ്റെ മൂലകാരണം, ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ഇപ്പോഴും നമുക്കറിയില്ല എന്നുള്ള കാര്യം കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പ്രതിപക്ഷ അടക്കം ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ ദുർബലത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലെ രാഷ്ട്രീയ വിമർശനം എന്നുള്ള നിലയ്ക്ക് കാണുന്നതിനോടൊപ്പം തന്നെ അതിൽ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കുകയും അത്തരത്തിൽ കൂടുതൽ റിസർച്ചും കൂടുതൽ പഠനങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായാൽ മതിയാവും എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ല. കാര്യം 2018 മുതൽ അടിക്കടി കൃത്യമായ ഇടവേളകളിൽ ഈ മാറാരോഗം എന്ന് പറഞ്ഞാൽ മരണനിരക്ക് വലിയ തോതിലുള്ള ഈ രോഗം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ആദ്യ വരവിൽ കുറേയധികം പേരെ കൊണ്ടുപോയെങ്കിൽ പിന്നീടുള്ള വരവിൽ മരണനിരക്ക് നമ്മുടെ അതിനുശേഷമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കുറച്ച് ആക്റ്റീവ് ആകാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും എന്താണ് ഇത് പഴന്തീനി വവ്വാലാണോ? ഇത് അന്ന് പഴന്തീനി വവ്വാലാണ് എന്ന് പറയാനുള്ള കാരണം അന്ന് നമുക്ക് ഓർമ്മയുണ്ട് 2018 നിപ്പ ബാധിച്ച് 4 പേരിൽ നിന്നും അന്ന് സൂപ്പിക്കട എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്നുണ്ട് ഓർമ്മ. അവിടെ വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ സാമ്യമായിരുന്നു നിഗമനത്തിന് കാരണം. പക്ഷേ അത് സാമ്യം മാത്രമാണ്, അത് ഇപ്പോഴും അതുതന്നെയാണോ കാരണമെന്ന് ഇപ്പോഴും നമുക്കറിയാത്ത ഒരു ദുരൂഹ സാഹചര്യമുണ്ട്. ഷഹദ് റഹ്മാൻ തുടർന്നു. ഷഹദ്, 4 പേരാണെന്ന് തോന്നുന്നു അല്ലേ ഈ കുട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയത്? അവർക്ക് ചെറിയ പനി ലക്ഷണം ഉണ്ട് എന്നും പറയുന്നു. അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ ഷഹദ്? ഹാഷ്മി, അതായത് ഇത് 2 ഘട്ടങ്ങളായിട്ടാണ്. കാരണം ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ഈ 14-കാരൻ്റെ ബന്ധുക്കൾ, അതായത് ഉമ്മ, ഉപ്പ, അതുപോലെ തന്നെ അമ്മാവൻ, ഈ 3 പേര് ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് ഈ 4 പേർ. അതിൽ 3 പേരുടെ കാര്യമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് എടുത്തു പറയുന്നത്. കാരണം അതിൽ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കാരണം അദ്ദേഹത്തിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് എന്നൊരു കാര്യം ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ 14-കാരനുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് വൈറൽ ഫീവർ ആണ് എന്നൊരു നിഗമനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും അതിൽ റിസ്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ സ്രവം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ പരിശോധനാ ഫലം വൈകിട്ടോടു കൂടി പുറത്തു വരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതായത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 3 പേരുടെ കാര്യമാണ്. ഈ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആള് വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളുണ്ട് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അല്ലാതെ വരുന്ന കാറ്റഗറിയിലാണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഇപ്പം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 246 പേരാണ് ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളത്. 63 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. അതായത് ഈ കുട്ടി സഞ്ചരിച്ച ഭാഗങ്ങളിലും അതുപോലെ കുട്ടിയുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഈ അവസരത്തിൽ പെടുത്തുകയാണ്.
കാരണം 11-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നത്. 6:50 അതായത് രാവിലെ 6:50 കുട്ടിയുടെ ചെമ്പകശ്ശേരിയുള്ള വീട്ടിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് 7:18 അതായത് ഈ പനി അല്ലെങ്കിൽ പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ 7:18 അന്ന് ആ കുട്ടി ട്യൂഷൻ സെന്ററിൽ പോയി. ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ എന്നാണ് ഈ ട്യൂഷൻ സെന്ററിന്റെ പേര്. പിന്നീട് 12-ാം തീയതിയാണ്. 12-ാം തീയതി രാവിലെ 8 മുതൽ വൈകിട്ട് രാവിലെ 8 മുതൽ അതുപോലെ തന്നെ 8:30 വരെ ഡോക്ടർ വിജയൻസ് ക്ലിനിക്ക് എന്ന് പറയുന്ന ആ വീടിന് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഈ പനിയുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് പോകുന്നു. പിന്നീട് അന്ന് ആ കുട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് 13-ാം തീയതിയാണ്. 13-ാം തീയതി രാവിലെ 7 മണിക്ക് പോയിട്ട് വൈകിട്ട് 7:30 വരെയാണ് 7:30 വരെ കുട്ടി PKM ഹോസ്പിറ്റലിലാണ് ഉണ്ടായിരുന്നത്. അവിടെ പീഡിയാട്രിക് വിഭാഗത്തിൽ OP-യിലാണ് കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാത്രിയോടുകൂടി കുട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരീക്ഷണത്തിലാണ്. 4 പേർ ആണ് ഹൈറിസ്കിലുള്ളത്. അവർക്ക് ചെറിയ പനിലക്ഷണമുണ്ട്. അവരുടെ സാമ്പിൾ അയച്ചിട്ടുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. ഫുട്ബോളൊക്കെ കളിക്കുന്ന അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന ഫുട്ബോൾ അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന വലിയ ഫുട്ബോൾ സ്കില്ലുകളുള്ള എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ എത്രത്തോളം ഊർജ്ജസ്വലനാകാമോ അങ്ങനത്തെ അത്രത്തോളം ഊർജ്ജസ്വലൻ ആക്റ്റീവായിരുന്ന ഒരു കുട്ടിയാണ്. വീട്ടുകാർക്ക് തീരാത്ത വേദന ഉണ്ടെന്നായിട്ടൊരു തർക്കമില്ല. ആ വേദനയ്ക്കൊപ്പം നിൽക്കുന്ന